വിമർശനങ്ങൾക്കിടയിലും ദുരന്തർ 2 ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നടത്തുന്നത് സാധാരണ നേട്ടമല്ല. റിലീസ് ചെയ്ത് 58ാം ദിവസവും ചിത്രം തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല. ഇന്നലെ മാത്രം 35 ലക്ഷം രൂപ നേടിയ ചിത്രം ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ 1144.8 കോടിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ 1796 കോടിയാണ് ചിത്രം നേടിയിട്ടുള്ളത്. ഇത്ര വലിയ നേട്ടം സ്വന്തമാക്കിയ സിനിമകൾ ബോളിവുഡിൽ അടുത്തെങ്ങും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ബോളിവുഡ് ബോക്സ് ഓഫീസിൽ ചരിത്രം സൃഷ്ടിച്ച ചിത്രങ്ങളുമായി താരതമ്യം ചെയ്താൽ ദുരന്തർ 2വിന്റെ വിജയം ചരിത്രമാണ്. ഇതോടെ ബോളിവുഡിലെ വിജയ ചിത്രം എന്നതിനപ്പുറം ആഗോളതലത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ പ്രൊപ്പഗാൻഡ എന്ന നിലയ്ക്കാണ് ഇന്ന് ദുരന്തർ 2 വിലയിരുത്തപ്പെടുന്നത്. 2023 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ പഠാൻ ബോളിവുഡിന് വലിയ തിരിച്ചുവരവ് സമ്മാനിച്ച ചിത്രമായിരുന്നു. ഇന്ത്യയിൽ ഏകദേശം 543 കോടി രൂപയും ലോകവ്യാപകമായി 1050 കോടിയിലധികവും നേടിയ ചിത്രം അന്നത്തെ ഏറ്റവും വലിയ ഹിന്ദി ഹിറ്റുകളിലൊന്നായി പേരെടുത്തിരുന്നു. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജവാൻ ഈ നേട്ടത്തെ മറികടന്ന് ഇന്ത്യയിൽ 640 കോടിയിലധികവും ലോകവ്യാപകമായി 1140 കോടിയിലധികവും നേടി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. തുടർന്നെത്തിയ രൺബീർ കപൂറിന്റെ അനിമൽ ഇന്ത്യയിൽ ഏകദേശം 553 കോടി രൂപയും ലോകവ്യാപകമായി 900 കോടിയിലധികവും നേടി വലിയ വിജയമായി നിന്നു. 2024 പുറത്തിറങ്ങിയ സ്ത്രീ 2 അതിശയിപ്പിക്കുന്ന തരത്തിൽ 850 കോടിയിലധികം ഇന്ത്യയിൽ നിന്ന് സമാഹരിച്ച സർപ്രൈസ് ബ്ലോക്ക് ബസ്റ്ററായി മാറുകയായിരുന്നു. എന്നാൽ ഈ ചിത്രങ്ങളെ എല്ലാം മറികടന്നാണ് ദുരന്തർ 2 ഇന്ന് മുന്നേറുന്നത്. ഇന്ത്യയിലെ നെറ്റ് കളക്ഷനിൽ മാത്രം പഠാൻ നേടിയതിന്റെ ഇരട്ടിയിലധികവും ഇതിനകം തന്നെ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു. ജവാൻ നേടിയതിനേക്കാൾ 100 കോടികൾക്ക് മുന്നിലും അനിമൽ നേടിയതിന്റെ ഇരട്ടിയിലധികവും സ്ത്രീ 2വിന്റെ നേട്ടത്തെക്കാൾ ഏറെ മുന്നിലുമാണ് ഇന്ന് ചിത്രം. ദുരന്തറിന്റെ ശ്രദ്ധേയമായ വശം ആദ്യ ദിന കളക്ഷൻ എന്നതായിരുന്നില്ല. 2 മാസം പിന്നിട്ടിട്ടും ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. സാധാരണയായി വലിയ ചിത്രങ്ങൾ ആദ്യ 2 ആഴ്ചയ്ക്ക് ശേഷം കളക്ഷനിൽ വലിയ ഇടിവ് നേരിടാറുണ്ട്. എന്നാൽ ദുരന്തർ 2 8ാം ആഴ്ചയിലും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. ആശയത്തിലേറെ പരാതികൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടും പ്രൊപ്പഗാൻഡ വിവാദങ്ങൾ ശരിവെച്ചിട്ടും ഹരം പിടിപ്പിക്കുന്ന തിയേറ്റർ അനുഭവം എന്ന വസ്തുത മറയ്ക്കാനായില്ല എന്നതാണ് അതിന് കാരണം. വിദേശ വിപണിയിലും ദുരന്തർ മുന്നിട്ട് നിന്നു. 426 കോടിയിലധികം രൂപ ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ചിത്രത്തിന് കളക്ട് ചെയ്യാനായി. അമേരിക്ക, കാനഡ, ഗൾഫ് രാജ്യങ്ങൾ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലൊക്കെയും ചിത്രം മികച്ച സ്വീകാര്യത നേടി. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് വരുന്നുവെന്ന വാർത്തയും വലിയ ചർച്ചയായിരിക്കുകയാണ്. OTT റിലീസിന് മുൻപ് ചിത്രത്തിനെ ചുറ്റിപ്പറ്റി ഒരു നിയമവിവാദമുണ്ടായിരുന്നു. ത്രിവേദ് എന്ന 1989 ചിത്രത്തിന്റെ ഒരു ഗാനം അനുമതിയില്ലാതെ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് ത്രിമൂർത്തി ഫിലിംസ് ചിത്രത്തിനെതിരെ കേസ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ OTT റിലീസ് തടയണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി ഇവർ സമീപിച്ചിരുന്നു. എന്നാൽ കോടതി ചിത്രം തടയാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ അനുവദിച്ച ഒരു ചിത്രത്തെ OTT റിലീസിൽ മാത്രം തടയുന്നത് യുക്തിസഹമല്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതേസമയം ഭാവിയിൽ നഷ്ടപരിഹാര അവകാശം നിലനിൽക്കുന്നതായി കാണിച്ച് T-സീരീസിനോട് 50 ലക്ഷം രൂപ കോടതിയിൽ നിക്ഷേപിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇതോടെ നിയമ തടസ്സങ്ങളെല്ലാം നീങ്ങി ചിത്രത്തിന്റെ ഡിജിറ്റൽ റിലീസിന് വഴിതെളിഞ്ഞു. ഈ ആഴ്ചയിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ട്രീമിംഗ് റിലീസുകളിൽ ഒന്നായാണ് ദുരന്തർ 2വിനെ ദേശീയ മാധ്യമങ്ങൾ വരെ അടയാളപ്പെടുത്തുന്നത്. 2 പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ദുരന്തർ OTT-യിലെത്തുന്നത്. ഒന്ന് നെറ്റ്ഫ്ലിക്സ്, മറ്റൊന്ന് ജിയോ ഹോട്ട്സ്റ്റാർ. നെറ്റ്ഫ്ലിക്സിൽ പടം സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് ഇന്ത്യയിൽ ലഭ്യമായിരിക്കില്ല. ഇന്ത്യക്ക് പുറത്തുള്ള പ്രേക്ഷകർക്ക് ലഭ്യമാകും വിധം റോ ആൻഡ് അൺകട്ട് വേർഷനാണ് നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ കാണിക്കാത്ത ചില അധിക ദൃശ്യങ്ങളും സെൻസർ ചെയ്യപ്പെടാത്ത സംഭാഷണങ്ങളും ഉൾപ്പെടുന്ന പതിപ്പായിരിക്കും ഇത്. ഇന്ത്യയിൽ ഈ വേർഷൻ നമുക്ക് കാണാനാവില്ല. ഇന്ത്യൻ പ്രേക്ഷകർക്ക് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തിയേറ്റർ പതിപ്പ് തന്നെയാവും ലഭിക്കുക. ഹോട്ട്സ്റ്റാറിലെ റിലീസ് തീയതി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇന്ത്യയിലെ OTT റിലീസിന് ശേഷം ചിത്രത്തിനെതിരെ നിലനിന്നിരുന്ന വിമർശനങ്ങളുടെ ആക്കം കൂടുമോ എന്നതാണ് സംശയം.